മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ADGP MR അജിത് കുമാറിനും എതിരെ ഇന്ന് രാവിലെയും ഗുരുതരമായ ആരോപണം PV അൻവർ ഉന്നയിച്ചിരുന്നു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പി ശശിയാണ്. പി ശശിക്ക് വേറെ അജണ്ടയുണ്ടെന്നും മുന്നണിയെ പ്രതിസന്ധിയിലാക്കി ശശി സർക്കാരിനെ മാനം കെടുത്തിയതായും അൻവർ തുറന്നടിച്ചു. പോലീസിൽ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കാലത്തും. പക്ഷെ അവരെ ഒതുക്കി നിർത്തുക, അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിക്കപ്പെടാതെ പോയത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടാതെ പോയത് കൊണ്ടാണ് ഈ ഒരു പരിതസ്ഥിതിയിലേക്ക് പോലീസുകാരന് ആകെ അപമാനം സഹിക്കേണ്ട ഗതികളിലേക്ക് എത്തിയത്. അതിന് ഈ പാർട്ടിയും ഈ ഗവൺമെന്റും സമാധാനം പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ 100% അദ്ദേഹത്തിന്റെ നിരുത്തരവാദിത്തമാണ്, ഇറസ്പോൺസിബിലിറ്റി. അങ്ങനെ ഇറസ്പോൺസിബിളായ ഒരാളെ അവിടെ വെക്കുന്നത് ശരിയാണോ എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം. യെസ്, അവിടെ കൊണ്ടും തീർന്നില്ല. തൃശൂർ പൂരം കലക്കിയത് അല്ല, ADGP കലക്കിച്ചതാണ് എന്ന് അൻവർ ആരോപിച്ചു. സോളാർ കേസ് അജിത് കുമാർ പണം വാങ്ങി അട്ടിമറിച്ചു. കൈക്കൂലി പണം കൊണ്ട് അജിത് കുമാർ തിരുവനന്തപുരം പട്ടത്ത് ഫ്ളാറ്റ് വാങ്ങി. അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയതായും പോലീസ് ഓഫീസർമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയതിന്റെ തെളിവുകൾ കയ്യിലുണ്ടെന്നും അൻവർ പറഞ്ഞു. ആ പൂരം കലക്കാൻ ഒരു സാധാ പോലീസ് ഓഫീസർക്ക് ധൈര്യം വരുമോ? അപ്പൊ ആരാ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്? എങ്ങനെയാണ് കലക്കേണ്ടതെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് ആക്ടിവിറ്റിയാണല്ലോ പൂരവുമായി ബന്ധപ്പെട്ടത്. വെറും ചെണ്ടകൊട്ടൽ മാത്രമല്ലല്ലോ തൃശ്ശൂർ പൂരം. ഓരോന്നും എങ്ങനെ സുരേഷ് ഗോപി അവിടെ എത്തുന്നത്? ബഹുമാനപ്പെട്ട രാജൻ മിനിസ്റ്റർ അടക്കമുണ്ടായി ഇടപെട്ടിട്ട്, ഒരു മന്ത്രി ഉൾപ്പെടെ ഇടപെട്ടിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത പോലീസ് ഓഫീസർ സുരേഷ് ഗോപി വരുമ്പം ഈ ചിത്രം തന്നെ മാറും. അപ്പൊ അത് കലക്കിയതല്ല, കലക്കിച്ചതല്ലേ. ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെ അദ്ദേഹം ഒരുപാട് സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇപ്പം നിങ്ങൾ തന്നെ നേരിട്ട് പോയി ഞാൻ പറഞ്ഞ കാര്യത്തിൽ കണ്ടെത്തിയത് കവടയാറിലെ കൊട്ടാര സമാനമായ വീടാണ്. എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഇവിടെ സ്വത്ത് സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നതിൻ്റെ നേർരേഖയാണ് എൻ്റെ കയ്യിലുള്ളത്. അന്നത്തെ ആ ഫ്ലാറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ 55 തൊട്ട് 65 ലക്ഷം രൂപയാണ്. അതാണ് ഒരു വൈറ്റ് മണി ഉള്ള ഒരാളെ കണ്ടെത്തി അവർക്ക് 33 ലക്ഷം രൂപക്ക് വാങ്ങുന്നതായി റെക്കോർഡ് ഉണ്ടാക്കുന്നു. സർക്കാരിലേക്ക് അതിൻ്റെ ഫീസ് അടക്കുന്നു. അത് കഴിഞ്ഞ് 62 ലക്ഷം രൂപക്ക് 100% പ്രോഫിറ്റിൽ 10 ദിവസം നിൽക്കുന്നു. ഇതെവിടെയും നടക്കുമോ? ലോകത്തെവിടെയെങ്കിലും നടക്കുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്ലാറ്റുകാർ ഇനി ഇത് വെറുതെ കൊടുത്താണോ, ഈ കൈക്കൂലി പണം കൊണ്ട് വാങ്ങിയതാണോ? ഇതൊക്കെ വിജിലൻസ് അന്വേഷിക്കട്ടെ. കൈക്കൂലി സോളാർ കേസിൽ വയറ് നിറയെ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് 1000% ഉറപ്പാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. CV അനുമോദ്, മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം അനുമോദും കേട്ട് കാണും. അൻവറിനെ മുഖ്യമന്ത്രി അങ്ങനെ മുഴുവനായി മുഖവിലേക്ക് എടുക്കുന്നില്ല, പി ശശിയുടെ കാര്യത്തിൽ ഒട്ടും എടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തന്നെ അൻവറിനോട് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടാകണം. എന്നിട്ടും PV അൻവർ ശക്തമായി തൻ്റെ ആരോപണങ്ങൾ ഓരോ ദിവസവും ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കണം? അൻവർ ഈ വിഷയത്തിൽ ശക്തമായി പോർമുഖത്ത് ഉറച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നതല്ലേ? മനു, ഈ ഒരു ദിവസത്തിൽ മാത്രമല്ല, അദ്ദേഹം ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. മുഖ്യമന്ത്രിക്ക് എതിരെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞെങ്കിൽ പോലും ആഭ്യന്തര വകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്നതെല്ലാം വലിയ അബദ്ധമാണ്. പി ശശിയാണ് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത്. ഇത് ആഭ്യന്തര വകുപ്പിലുണ്ടായ വീഴ്ചകൾ എണ്ണമിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി ഇതിൽ കൃത്യമായ പ്രതികരിക്കും, മുഖ്യമന്ത്രിയുടെ ഒരു പിന്തുണ ഉണ്ടാകുമെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോട് അത് മുഴുവൻ ഇല്ലാതെയാവുന്ന ഒരു സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. PV അൻവർ MLA-ക്കെതിരെ മുഖ്യമന്ത്രി എടുത്ത നിലപാട് പ്രഥമ ദൃഷ്ട്യാ അൻവറിന്റെ വാദങ്ങൾ, ആരോപണങ്ങൾ അത് വിശ്വസിക്കാൻ കൊള്ളുന്നതല്ല, സ്വീകരിക്കാൻ കൊള്ളുന്നതല്ല, അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് തന്നെയാണ്. പി ശശി അദ്ദേഹത്തിന്റെ ക്ലീൻ ചിറ്റാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അതായത്
വിശ്വസിക്കാൻ കൊള്ളാത്തവൻ പാർട്ടിയെയും സർക്കാരിനെയും ഇടയിൽ പാലമായി നിന്ന് അവർക്ക് ഇടയിൽ നിന്ന് കർത്തവ്യം നിർവഹിക്കേണ്ടയാൾ വലിയ വിശ്വാസവഞ്ചന കാണിച്ചുവെന്ന അൻവറിന്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളിക്കളയുകയാണ്. അൻവറിന്റെ ഈ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ അവിടെ മുനയൊടിഞ്ഞിരിക്കുന്ന സാഹചര്യം. രണ്ടാമത് സ്വർണ്ണക്കടത്ത് കേസ്. സ്വർണ്ണക്കടത്ത് കേസിൽ അൻവർ പോലീസിനെതിരെ ഉന്നയിച്ച ആക്ഷേപങ്ങളൊന്നും തന്നെ ഇപ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണവും. അതാണ് അനുമോദ് പറഞ്ഞ ആ കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. സ്വാഭാവികമായും അനുമോദും നമ്മളൊക്കെ ഈ സ്വർണ്ണക്കടത്തും അതുമായി ബന്ധപ്പെട്ട് പിടികൂടുന്ന വാർത്തകളും ഒക്കെ നൽകുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെ പുറത്തു വരുന്നൊരു കാര്യം, ഈ സ്വർണം പിടിക്കുന്നു, അതൊരു മിശ്രിത രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ അത് പേസ്റ്റ് രൂപത്തിൽ എവിടെയെങ്കിലും വസ്ത്രത്തിൽ തേച്ചോ ഒക്കെയാണല്ലോ കൊണ്ടുവരുന്നത്. പിന്നീട് അത് പിടിക്കുന്നപ്പോൾ ഉണ്ടാകുന്ന വെയിറ്റ് അല്ല, പിന്നെ അത് സ്വർണം വേർതിരിച്ചെടുത്തതിൻ്റെ വെയിറ്റ് പലപ്പോഴും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഒക്കെ നമുക്ക് നൽകാറുണ്ട്. പിടിച്ചപ്പോൾ ഉണ്ടായത്, വേർതിരിച്ച് എടുത്തപ്പോൾ കിട്ടിയത് എന്നൊക്കെയുള്ള തരത്തിൽ. അങ്ങനെ വന്നിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണോ അവിടെ ഉള്ളത്? മുഖ്യമന്ത്രി അങ്ങനെയാണ് പറയുന്നത്. അത് വേർതിരിച്ചെടുക്കുമ്പോൾ ആദ്യം പിടിച്ച വെയിറ്റ് ഉണ്ടാകില്ല, അത് ശരിയുമാണ്. ആ വാർത്തകളിൽ നമ്മൾ പലപ്പോഴും അങ്ങനെ തന്നെ നൽകിയിട്ടുമുണ്ട്. അത് മാത്രമാണോ അൻവർ ഒരു വലിയ വിഷയമായി ഉന്നയിക്കുന്നത്? എന്താണ് അൻവറിന് ഇത് സംബന്ധിച്ച് പൊതുവെ പറയാനുള്ളത്? അതായത് മനു, ഈ ഒരു വിഷയത്തിൽ അൻവർ ആദ്യഘട്ടത്തിൽ നമ്മൾ ആരോപണം ഉന്നയിച്ചിരുന്നത് മലപ്പുറം SP ശശിധരനെതിരെയായിരുന്നു. അതിനുശേഷമാണ് സുജിത് ദാസിന്റെ ഒരു ഫോൺ കോൾ വരികയും അൻവറിന് അത് ആയുധമാവുകയും അൻവർ അതുപയോഗിച്ച് അടുത്ത ലക്ഷ്യമായ അജിത് കുമാറിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. തനിക്ക് ആവശ്യമുള്ളത് സുജിത് ദാസിനെ കൊണ്ട് അൻവർ ആ സുപോഷണ ഭാഷണത്തിൽ പറയിപ്പിക്കുന്നതാണെന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ അജിത് കുമാറിനെ ഉന്നമിട്ട് അജിത് കുമാറിനെതിരെയാണെങ്കിൽ ആക്ഷേപങ്ങൾ ഒരുപാട് ഉയർത്താനുള്ള സാധ്യത ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ ഒന്നായി സ്വർണ്ണക്കടത്തിനെ അൻവർ കൊണ്ടുവരുന്നു. അൻവറിന് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പലത് അൻവറിന്റെ കൈവശമുണ്ടെന്ന് പറയുന്നു. പക്ഷേ അൻവർ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് നിയമവിജ്ഞർ തന്നെ പറഞ്ഞിരുന്നു. കാരണം പോലീസിന് ഈ ഒരു വിവരം കൊടുത്താൽ 15% കമ്മീഷൻ കിട്ടുമായിരുന്നു. അതിനൊഴിവാക്കി എന്തിനാണ് പോലീസ് സ്വർണം പിടിച്ച് അതിന്റെ ലാഭം എടുക്കാൻ നോക്കിയത്? പക്ഷേ അങ്ങനെ പോലീസിന് കമ്മീഷൻ കിട്ടില്ല എന്നാണ് നിയമജ്ഞരൊക്കെ അന്ന് പറഞ്ഞിട്ടുള്ളത്. അന്ന് തന്നെ അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതല്ല എന്ന ഒരു നിഗമനം ഉണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് മുഖ്യമന്ത്രിയും വന്നെത്തിയിരിക്കുന്നത്. പോലീസിനെതിരെ ഉള്ള സ്വർണം പൊട്ടിക്കൽ ആക്ഷേപം, ആ ആരോപണം പ്രഥമ ദൃഷ്ട്യാ തള്ളിക്കളയുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും പഴയ പോലെ സ്വർണ്ണ ബിസ്ക്കറ്റായിട്ടൊന്നുമല്ല കൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ച് ഈ മിശ്രിത രൂപത്തിലുള്ള സ്വർണം കോടതിയിൽ ഹാജരാക്കാൻ കഴിയുകയില്ല. അവർ ചാർജ് ചെയ്യുന്നത് CRPC പ്രകാരമുള്ള മോഷണ കുറ്റത്തിനുള്ള വകുപ്പുകളാണ്. അത് എന്താണോ മോഷ്ടിച്ചതെന്ന് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്, കോടതിക്ക് മുമ്പിൽ തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വർണ്ണം മിശ്രിതമാണെങ്കിൽ മിശ്രിതം മാറ്റി സ്വർണം എത്ര ഗ്രാം ഉണ്ടോ അത് വേണം കോടതിയിൽ ഹാജരാക്കുവാൻ. അപ്പോൾ അതിനുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നതാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതിനെയാണ് ഈ സ്വർണം പൊട്ടിക്കലുമായിട്ട് പോലീസിന് ബന്ധമുണ്ട് എന്ന തരത്തിലേക്ക് ആക്ഷേപങ്ങൾ ഉയരുകയും പലതവണ സ്വർണ്ണക്കടത്തിൽ പിടിയിട്ടായിട്ടുള്ളവർക്ക് പിന്നെ തെറ്റ് ചെയ്യാത്തവരാണ് തങ്ങളെന്നും തങ്ങളെ പോലീസ് പിടികൂടി പീഡിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പരാതികളൊക്കെയായി മുന്നോട്ട് വരികയും അത്തരത്തിൽ ഒരു കാലത്ത് ഈ മോഷണക്കുറ്റത്തിനും കള്ളക്കടത്തിനും സ്വർണ്ണക്കടത്തിനും ഒക്കെ പിടികൂടിയവരൊക്കെ പിന്നീട് വളരെ ഈ പോലീസ് തങ്ങളെ മുഴുവൻ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിച്ചത് ഈ പോലീസിന് ഗൂഢാലോചന കാരണമാണെന്ന് പറയുന്ന തരത്തിലേക്ക് വാർത്തകൾ വരാൻ തുടങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്തരം തെറ്റായ പ്രവണതകളെ, അതായത് കുറ്റവാളികളെ മഹത്വവൽക്കരിക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ, മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇതില് നമ്മുടെ ഈ സ്പോട്ട് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് അയക്കുകയാണ്. അൻവർ ശശിയായി, ശശി ആരായി എന്നാണ് ഈ പ്രേക്ഷകൻ ചോദിക്കുന്നത്. ഏതായാലും അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പിന്തുണയില്ല അൻവറിന് എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഈ സംശയം ആദ്യഘട്ടത്തിൽ തന്നെ പലരും ഉന്നയിച്ചിരുന്നു. കാരണം മുഖ്യമന്ത്രിയെ കണ്ട് ഇറങ്ങിയ അൻവർ പിന്നീട് ആ ദിവസം വലിയ തോതിൽ വാചാലനായില്ല. അദ്ദേഹം പറഞ്ഞു എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, ഇനി അന്വേഷിക്കട്ടെ, അത് നടക്കട്ടെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ എൻ്റെ ദൗത്യം കഴിഞ്ഞുവെന്ന്. പക്ഷേ പിറ്റേ ദിവസം പാർട്ടി സെക്രട്ടറിയെ കണ്ട അൻവർ നിലപാട് മാറ്റുന്നു. കുറെ കൂടി ശക്തനായി കഴിഞ്ഞ ദിവസത്തെ ശരീരഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശരീരഭാഷ അൻവറിൽ കാണാൻ നമുക്ക് കഴിയുന്നു. അദ്ദേഹം ഉന്നയിച്ച പരാതി കൂടുതൽ ശക്തമായി അവിടെ ഉന്നയിക്കുകയാണ്. അപ്പോൾ അൻവറിന് മുഖ്യമന്ത്രിയുടെ പിന്തുണയില്ല എന്ന് ആദ്യ ദിവസം തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കാണണം. പക്ഷേ മറ്റാരൊക്കെയോ പിന്തുണ കൊടുക്കുന്നു എന്നത് അടുത്ത ദിവസങ്ങളിലും ബോധ്യപ്പെട്ട് കാണണം. അങ്ങനെ കൂട്ടി വായിക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയുമോ?
മനു, അൻവറിന്റെ പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന് പിന്തുണയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നമ്മൾ ഓരോ ദിവസം അൻവറിനോട് കാണുമ്പോഴും ഇത് പാർട്ടി, താങ്കൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളൊക്കെ പാർട്ടി അന്വേഷിച്ച് അതിൽ പിന്തുണ തരുമോ എന്ന് ചോദിക്കുമ്പോൾ പാർട്ടി എന്ന് വെച്ചാൽ ജനങ്ങളാണ്, നേതാക്കളല്ല എന്ന തരത്തിലാണ് അദ്ദേഹം ഇന്നലെ പോലും നമ്മളോട് സംസാരിച്ചത്. ജനങ്ങളുടെ ആവശ്യമാണ് താൻ പറയുന്നത്, ജനങ്ങളിൽ ഭൂരിഭാഗമാണ് പാർട്ടിയിലുള്ളവർ, അതുകൊണ്ട് തന്നെ ജനങ്ങൾ പറയുന്നത് പാർട്ടി കേൾക്കും. അങ്ങനെ ഒരു നേതാക്കൾ അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു മറുപടി പറഞ്ഞത്. അതായത് അൻവറിന് കൃത്യമായിട്ട് അറിയാം പാർട്ടിയിലെ ഒരു വിഭാഗം ഇതിനെ സൈലന്റ് ആയിട്ട് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സാമൂഹ്യ മാധ്യമം കിട്ടുന്ന പിന്തുണ നമുക്ക് അറിയാം. അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണ അറിയാം. അപ്പോൾ പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ, ഇടത് അനുഭാവികളുടെ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇത് പാർട്ടിക്ക്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അതിൻ്റെതായ പരമ്പരാഗത ശൈലിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന് പാർലമെന്ററി നേതാവ് എന്ന നിലയിൽ അൻവർ നടത്തുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല. അൻവറിന് പരാതി ഉണ്ടെങ്കിൽ അത് ഔദ്യോഗികമായിട്ട് പാർട്ടി ശൈലിയിൽ തന്നെ എഴുതി തരേണ്ടതായിരുന്നു. പക്ഷേ അൻവർ അതല്ല ചെയ്തത്. അൻവർ പാർലമെന്ററി നേതാവെന്ന രീതിയിൽ അങ്ങനെ ആയിരുന്നില്ല പെരുമാറേണ്ടിയിരുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അൻവറിന്റെ നടപടിക്രമങ്ങൾ പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ ഒരു ചെറിയൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ADGPക്കെതിരായ പരാതിയിൽ ഷൊർണൂർ PWD റെസ്റ്റ് ഹൗസിൽ PV അൻവറിന്റെ മൊഴി എടുക്കുന്നുണ്ട്. അവിടെ തൃശൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുപ്പ് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് അൻവർ പറഞ്ഞു. ആ പരാമർശം കേൾക്കാം, എന്നിട്ട് ഞാൻ അനുമോദിലേക്ക് വരാം. മുഖ്യമന്ത്രി പറയുന്നത് മൊഴിയെടുപ്പിന് വേണ്ടി വന്നതാണ്. ശശി അതേപോലെ തന്നെ ADGP MR അജിത് കുമാർ 5 മണിക്ക് ഞാൻ പറയുന്നത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, മുഖ്യമന്ത്രിയുടെ P ശശിയെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല, നിങ്ങൾ പറയുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ കണ്ടില്ലല്ലോ. ഈ മൊഴിയോടൊക്കെ എന്ത് വിഷയത്തിലായിരുന്നു ഇന്നത്തെ മൊഴിയോടൊക്കെ? നിങ്ങളോട് പറയുന്ന കാര്യം എല്ലാ കാര്യം നിങ്ങളോടൊക്കെ പരാതിയിലായിരുന്നോ ഇന്നത്തെ മൊഴിയോട്? അനുമതി, അതാണ് ADGPക്കെതിരായ പരാതിയിലാണ് അൻവർ PWD റെസ്റ്റ് ഹൗസിൽ മൊഴി നൽകുന്നത്. അപ്പോൾ അവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് താൻ കേട്ടിട്ടില്ല എന്ന് അൻവർ പറയുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമോ? സ്വാഭാവികമായി ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് താൻ നാളെ മാധ്യമങ്ങളെ കാണും എന്ന്. അത് എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായി വന്നതാണ്. മുഖ്യമന്ത്രി മൗനം ഭഞ്ജിക്കുന്നു എന്ന തരത്തിൽ അത് വലിയ തലക്കെട്ടായതാണ്. സ്വാഭാവികമായും ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ വിഷയം